الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാൻ സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ജമ്മും ഖസറും ഏതാനും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ ക്ലാസ് കേട്ടതിന് ശേഷം ഒരു സുഹൃത്ത് സംശയമായി ചോദിച്ചത്, സാധാരണ ഹജ്ജ്, ഉംറ അങ്ങനെയുള്ള യാത്രകൾ, അതേപോലെ തന്നെ മറ്റുള്ള ആ രൂപത്തിലുള്ള യാത്രകൾക്കൊക്കെ നമ്മൾ ജമ്മും ഖസറും ആക്കാറുണ്ട്. എന്നാൽ നമ്മൾ ചിലപ്പോൾ ഒരു ആഹ്ലാദത്തിന് വേണ്ടി, ഉല്ലാസത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ജമ്മും ഖസറും അനുവദനീയമാണോ? ഇതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ ഒരു ചോദ്യം ലജ്നയോട് ചോദിച്ചു. അസ്സുആലുസാനി മിനൽ ഫത്വ റഖം, രണ്ടാമത്തെ ചോദ്യമായിട്ട് 3503 ഈ ഫത്വ റഖമിൽ അത് കാണും. ഖൗമുൻ യഖ്റുജൂന ലിനുസ്ഹതി ഫി മനാസികിൻ ബാരിദത്തിൻ. ഈ തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ചിലർ നുസ്ഹത്ത്, ശരിക്ക് അതിന്റെ അർത്ഥം പിക്നിക് എന്നൊക്കെ, അതേപോലെ ടൂർ, ആ രൂപത്തിലുള്ള യാത്രകൾ. അങ്ങനെ കുറച്ചാളുകൾ അങ്ങനെ പുറപ്പെടുന്നു. മനാസിക്കിൻ ബാരിദ എന്ന തണുപ്പുള്ള പ്രദേശങ്ങൾ, അത്തരത്തിലുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടി. യഖൂലൂന, അവർ പറയുന്നു, ഉബീഹ ലനാൽ ഖസ്റു വൽ ജംഉ വനഹ്നു അല്ലാന ഫീ സഫർ വയസല്ലൂനൽ മഗ്രിബ മഅൽ ഇശാഇ വൽ ഇശാ റകഅതൈനി ഹൽ യജൂസു ലഹും ദാലിക. അപ്പൊ അവരുടെ വാദം, അവർ എന്ത് ചെയ്യാണ്? മഗ്രിബും ഇശാവും ജമ്മാക്കി നിസ്കരിക്കും, ഇശ 2 റക്അത്താക്കി ഖസ്റുആക്കും. അങ്ങനെയാണ് അവർ നിസ്കരിക്കാറുള്ളത്. അവരുടെ വാദം ഞങ്ങൾ യാത്രക്കാരാണ് എന്നുള്ളതാണ്. ഹൽ യജൂസു ലഹും ദാലിക, അത് അവർക്ക് അനുവദനീയമാണോ, ജായിസാണോ? വമാ ഹുവ അല്ലദീ ഉബീഹ ലഹും വഹും അലാ ഹാദിഹിൽ ഹാല, ഈ അവസ്ഥയിൽ അവർക്ക് എന്താണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? ഫിൽമൻ അന്ന സഫറഹും ഹാദാ ലിനുസ്ഹ. ആ ചോദ്യം, അവിടെ പോയിന്റ് ഒന്നുകൂടി അത് ആവർത്തിച്ചത്. പ്രത്യേകിച്ചും അറിയണം, അവരുടെ യാത്ര എന്നുള്ളത് ഈ രൂപത്തിൽ ഒരു പിക്നിക്കിന് വേണ്ടിയിട്ടാണ് അവര് യാത്ര പോകുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ എന്താണ് അതിന്റെ വിധി? ഇങ്ങനെ ജമ്മും ഖസറുമാക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ലജ്ന കൊടുക്കുന്ന മറുപടി, ഇദാ കാനത്തിൽ മസാഫത്തുല്ലതി ഖതൗഹ മസാഫത്തു ഖസ്രി, ഖസറാക്കാനുള്ള ദൂരമാണ് അവർ സഞ്ചരിച്ചതെങ്കിൽ, ഖസറിന്റെ ദൂരം എത്രയാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. ആ ദൂരമാണ് അവർ സഞ്ചരിച്ചതെങ്കിൽ ജാസലഹും ഖസ്റു സ്വലാത്തി റുബാഇയ്യ, അവർക്ക്
4 റക്അത്തുള്ള നിസ്കാരങ്ങൾ ഖസറാക്കി നമസ്കരിക്കൽ ജായിസാണ്. വൽ ജംഉ ബൈനൽ മഗ്രിബി വൽ ഇശാഇ ഫീ വഖ്തി ഇഹ്ദാഹിമ വൽ ജംഉ ബൈനൽ ളുഹ്രി വൽ അസ്രി അയ്ളൻ ഫീ വഖ്തി ഇഹ്ദാഹിമ. അവർക്ക് മഗ്രിബും ഇശാവും ജംആക്കി നമസ്കരിക്കാം. അതേപോലെ തന്നെ ളുഹറും അസ്റും ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് ജംആക്കി നമസ്കരിക്കുന്നത് അവർക്ക് ജായിസാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ അത് ജായിസാണ് എന്നുള്ളതാണ്. എന്നിട്ട് പ്രത്യേകം എടുത്തു പറയണ ലജ്ന സമമാണ്. കാന ഖുറൂജുഹും ലില്ലുസ്ഹ, അവരുടെ യാത്ര ഈ രൂപത്തിൽ ഒരു വിനോദത്തിന് വേണ്ടി ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഔലിൽ തിജാറ അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഔലിൽ ജിഹാദി അല്ലെങ്കിൽ ജിഹാദിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ കണക്കാണ്. ലിഅന്നൽ കുല്ല സഫർ, കാരണം എല്ലാം യാത്രയാണ്. വലം യഖസ്സ ശറഉ സഫറൻ മിൻ ദാലിക ദൂന സഫരി, ഇന്ന യാത്ര എന്നുള്ളത് പ്രത്യേകമായിട്ട് ശറഅ് നമുക്ക് ഇന്ന യാത്രയിലെ ജമ്മും ഖസ്റും പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകമാക്കി പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ അത് ജായിസാണ്. ബൽ അല്ലക അഹ്കാമു സഫരി ബിസ്മിൽ ലറബി ഫിൽ അർളി വസ്സഫരി, ഈ വിധികളൊക്കെ ബന്ധപ്പെടുന്നത് ലറബ സഫർ എന്നുള്ള ഏത് യാത്രക്കും ഖുർആനിൽ പ്രയോഗിച്ചത് ലറബ എന്നാണല്ലോ, അതേപോലെ തന്നെ സഫർ എന്നാണല്ലോ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത്. ആ പദപ്രയോഗങ്ങളാണല്ലോ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള യാത്രകൾക്കൊക്കെ ജമ്മും ഖസ്റും അനുവദനീയമാണ്. ഖസ്റാക്കാനുള്ള ദൂരമാണ് അവർ യാത്ര ചെയ്തതെങ്കിൽ അവർക്ക് ഇത് അനുവദനീയമാണ് എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന മറുപടി. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനുവദനീയാണ്. അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹറാമായ കാര്യത്തിന് വേണ്ടി യാത്ര പോകുമ്പോൾ ജമ്മും ഖസ്റും അനുവദനീയമല്ല എന്നുള്ളത് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ യാത്ര ജായിസായിരിക്കണം, മുബാഹായിരിക്കണം, അനുവദനീയമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഹറാമായ കാര്യത്തിനോ മാസിയത്തിന് വേണ്ടിയിട്ടോ ആണ് യാത്രയെങ്കിൽ ഇത് അനുവദനീയമല്ല എന്നുള്ളത് പണ്ഡിതന്മാര് പ്രത്യേകം പറഞ്ഞത് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു പ്രശ്നം, ളുഹറും അസ്റും നമുക്ക് ജംആക്കാം ഖസ്റാക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ജുമുഅയുടെ കൂടെ അസ്ർ ജംആക്കാൻ പാടുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജുമുഅയോടൊപ്പം അസ്ർ നമുക്ക് ജംആക്കാൻ പറ്റുമോ? ളുഹറിന്റെ കൂടെ നമ്മൾ അസ്ർ ജംആക്കാറുണ്ട്. അപ്പൊ ഇത് പാടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്, ഈ 2 അഭിപ്രായമുണ്ട്. അത് നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കിടയിലുണ്ട്, അതേപോലെ തന്നെ ഇക്കാലത്ത് വന്ന പണ്ഡിതന്മാർക്കിടയിലും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇമാം ഷാഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അത് ജായിസാണ് എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിലെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ ഇതേ അഭിപ്രായമാണ് സുയൂത്തി, അതേപോലെ തന്നെ സർക്കസി, അതേപോലെ റംലി, ഇങ്ങനെയുള്ള പല പണ്ഡിതന്മാർക്കുള്ളത്. ജുമുഅയുടെ കൂടെ അസ്ർ ജംആക്കാം. ഇതുപോലെ ളുഹറിന്റെ കൂടെ ളുഹറും അസ്റും ജംആക്കുന്നത് പോലെ ജുമുഅയുടെ കൂടെ അസ്ർ നമസ്കരിക്കാം, ജംആക്കി നമസ്കരിക്കാം. അപ്പൊ അത് ജായിസാണ് എന്നുള്ളതാണ് ഈ ഭാഗം ആളുകൾ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം അത് അനുവദനീയമല്ല, അത് ജായിസ് അല്ല എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അതാണ്. അതേപോലെ തന്നെ ഹംബലി മദ്ഹബിലെ ഏറ്റവും പ്രധാന അഭിപ്രായം അത് ജായിസ് അല്ല എന്നുള്ളതാണ്. അപ്പൊ മുൻഗാമികൾക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ, ഫിഖ്ഹിയായ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് മൊത്തത്തിൽ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രബലമായ അഭിപ്രായത്തിൽ ജുമുഅയുടെ കൂടെ അസ്ർ ജംആക്കരുത് എന്നുള്ളതാണ്. ഇത് ജായിസല്ല എന്നുള്ള രൂപത്തിലാണ് ഈ വിഷയത്തിൽ മുഹഖിഖീങ്ങളായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പലരും, മരണപ്പെട്ടു പോയ പലരും ഇത് അഭിപ്രായക്കാരാണ്. എന്ത് ജായിസാണെന്ന് പറഞ്ഞവരുണ്ട്, ജായിസല്ല എന്ന് പറഞ്ഞവരുണ്ട്. ഉദാഹരണമായിട്ട് ഷെയ്ഖ് ബറാഖ് റഹ്മത്തുള്ളാഹി, അദ്ദേഹം പറയുന്നത് ജായിസാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇബ്നു ജിബ്രീൽ, അതേപോലെ ഷെയ്ഖ് മുഖബിൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അത് ജായിസാണെന്ന് പറയുന്ന ആൾക്കാരാണ്.
അപ്പൊ ഈ വിഷയത്തിൽ സുദീർഘമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ തഹക്കീക്ക് ചെയ്തുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞു, വ്യക്തമായ ഒരു തെളിവ് ആ വിഷയത്തിൽ വരാത്തത് കൊണ്ട് അത് ജായിസല്ല എന്നുള്ളതാണ്. വ്യക്തമായൊരു തെളിവ് ളുഹറും അസറും ജംആക്കി എന്നുള്ളത് കൃത്യമായ തെളിവുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ ജുമയോടൊപ്പം അസർ ജംആക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവും വരാത്തത് കൊണ്ട് തന്നെ പലരും തഹ്കീക്ക് ചെയ്ത് പറഞ്ഞത് ജുമയുടെ കൂടെ അസർ ജംആക്കൽ ജായിസല്ല എന്നുള്ളതാണ്. ജായിസാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവ് എന്താണെന്ന് അറിയാം. അതിന്റെ തെളിവ് അവര് ജുമ ഖിയാസാക്കാണ്. ജുമയും ളുഹറും, ളുഹറിന്റെ പകരമാണ് ജുമ, ളുഹറിന്റെ സ്ഥാനത്താണ് ജുമ ഉള്ളത്. അപ്പൊ ളുഹറും അസറും ജംആക്കാമല്ലോ. അപ്പൊ അതേപോലെ തന്നെ ളുഹർ അസറും ജംആക്കാൻ ഒരു സബബ് ഉണ്ടെങ്കിൽ ജംആക്കാം. അതേ സബബ് ഉണ്ടെങ്കിൽ ജുമയും ളുഹർ അസറും ജംആക്കുന്നത് പോലെ ജുമയും അസറും ജംആക്കി നിസ്കരിക്കാം. ഇങ്ങനെ ഈ ഖിയാസാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള തെളിവ്. വേറെ തെളിവൊന്നും അവർക്കില്ല. ഈ ഖിയാസാണ്. അതേപോലെ തന്നെ മശക്കത്ത് എന്തെങ്കിലും സബബ് എതിറുണ്ടാകുമ്പോൾ ജംആക്കാന്നുള്ളതാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ മഴ പെയ്താൽ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ജുമയുടെ കൂടെ അസർ ജംആക്കാം. ഇങ്ങനെ ഈ ഖിയാസ് എന്ന് പറയുന്ന ഒരു തത്വമാണ് അവരിതിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെതായ ന്യായങ്ങളൊക്കെ അവർ നിരത്തുന്നുണ്ട് പറഞ്ഞ ആളുകൾ. പക്ഷെ അതിന് നല്ല മറുപടി അത് ജായിസല്ല എന്ന് പറയുന്ന ആളുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് വിശദമായ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പല ഗ്രന്ഥങ്ങളിലും. അദ്ദേഹം കൃത്യമായി അത് ജായിസല്ല എന്ന് പറയുകയും ജായിസാണ് എന്ന് പറയുന്ന ആളുകളുടെ വാദത്തെ അദ്ദേഹം ഗണ്ണിക്കുകയും ചെയ്യുന്നുണ്ട്. അതില് പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ അദ്ദേഹത്തിന്റെ ചർച്ചയിലേക്ക് കടന്നു പോകുന്നതിന്റെ മുമ്പ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഫത്വകൾ ജായിസല്ല, ലജ്നത്ത് ദായിമ അഭിപ്രായമാണുള്ളത്. അതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ജായിസല്ല എന്നുള്ളതാണ്. ജുമയും അസറും ജംആക്കുന്നത് ജായിസല്ല. അതേപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ ലജ്നത്ത് ദായിമയുടെ വിവിധ ഫത്വകൾ. ഇങ്ങനെ ഇവരൊക്കെ ആ വിഷയത്തിൽ വളരെയധികം ചർച്ച നടത്തി തഹ്ഖീഖ് ചെയ്തുകൊണ്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് അസർ ജുമയുടെ കൂടെ നിസ്കരിക്കുന്നത് ജായിസല്ല. അത് അതിന്റെ സമയമാകുമ്പോൾ യാത്രക്കാരനാണെങ്കിലും അസറിന്റെ സമയമാകുമ്പോൾ അസർ നിസ്കരിക്കണം. എങ്ങനെയാണോ ഇപ്പൊ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണോ അങ്ങനെ നിസ്കരിക്കണം. നമ്മൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് നിസ്കരിക്കുന്നുണ്ട്, അസറിന്റെ സമയമാകുമ്പോൾ അടച്ചിട്ട് നിസ്കരിക്കണം. വെള്ളം അല്ലെങ്കിൽ താമം ചെയ്ത് നിസ്കരിക്കണം. പക്ഷെ എന്നാലും ഈ ജുമയുടെ കൂടെ ജായിസാക്കുന്നത് ജംആക്കുന്നത് ജായിസല്ല എന്നുള്ളതാണ് ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ലജ്നയോട് ചോദിച്ചൊരു ചോദ്യം 18-161 മാ ഹുക്മു ജംഉ സ്വലാത്തിൽ ജുമുഅത്തി മഅൽ അശ്രി ലിൽ മുസാഫിരി. ഇതേ ചോദ്യം. ഒരു യാത്രക്കാരന് ജുമയുടെ കൂടെ അസർ ജംആക്കുന്നതിന്റെ ഹുക്മ എന്താണ്? ഫീ വഖ്തിൽ ജുമുഅത്തി, ജുമയുടെ സന്ദർഭത്തിൽ അതിന്റെ കൂടെ അസർ നിസ്കരിക്കുക. അതിന് ലജ്ന കൊടുക്കുന്ന മറുപടി ലാ യജൂസു ജംഉ സ്വലാത്തിൽ അശ്രി മഅ സ്വലാത്തിൽ ജുമുഅ. ജുമയുടെ കൂടെ അസർ ജംആക്കുക എന്നുള്ളത് ലാ യജൂസ്, അത് ജായിസല്ല. ലിഅന്ന സ്വലാത്തുൽ അസ്രി ലൈസത് മിൻ ജിൻസി സ്വലാത്തിൽ ജുമുഅ. കാരണം അത് അസർ നിസ്കാരം എന്നുള്ളത് ജുമയുടെ ജിൻസിൽ വരുന്ന ഒന്നല്ല, ഇത് വേറെ തന്നെയാണ്. കമാ നസ്സ അലാ ദാലിക ഫീ ശർഹിൽ മുൻതഹ വഗൈരി, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ. വഖദ് അഫ്ദ ബിമൻഇ ദാലിക, അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ നൽകിയിട്ടുണ്ട് സമാഹത്തു ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ ഇബ്രാഹിം ആലു ഷെയ്ഖ്. അതേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഫത്വയാണ് എടുക്കാനാണ്. അത് ലജ്ന എടുത്ത് ഉദ്ധരിക്കുക. സൗദിയിലെ കാനഡ മുഫ്തിയായിരുന്ന അദ്ദേഹം ഇത് പിന്നെ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫത്വയിലുള്ളത് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ ഉണ്ട്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ഉണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസ് ഉണ്ട്. മൂന്നാം കൂടിയാണ് ഇതിൽ ഫത്വ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ജായിസല്ല എന്നുള്ളതാണ് ലജ്ന ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള മറുപടി. ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം
അവരോട് ഇതിൽ ചോദിച്ചത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം. കാരണം അവർ പറയുന്നൊരു ന്യായത്തെ ഇതിൽ ഗണ്ണിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് എന്താ വെച്ചാല്, പ്രത്യേകമായ പ്രദേശത്തുള്ള ഒരു പ്രദേശം, അവിടെ ഇമാം എന്ത് ചെയ്യുന്നുണ്ട്, അസർ ജുമയോടൊപ്പം ജമാഅക്കി നിസ്കരിച്ചു. അതിന് കാരണം ഉണ്ടായിരുന്നു, അന്ന് നല്ല മഴയായിരുന്നു. ഫിസുഖാനഫി യോമിഹ മത്തർ, അന്ന് മഴ ഉണ്ടായിരുന്നു, ജുമ നിർവഹിക്കുമ്പോൾ മഴ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്തത്, ജുമയുടെ കൂടെ അസർ കൂടി ജമാക്കിയിട്ട് നിസ്കരിച്ചു ഞങ്ങളുടെ നാട്ടിൽ. ഇതാണ് അയാൾ പിൽമിൻതക്കത്തി ഈ ആ പ്രദേശത്ത് എന്ന് പറഞ്ഞിട്ട് ഇമാം ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം. അപ്പൊ അത് ജായിസാണോ എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു സബബ് കൂടി പറഞ്ഞു. അപ്പൊ അതിന്റെ മറുപടി ഇത് പ്രത്യേകം ഇങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം, ഈ ജമ്മും കസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുള്ളത് കൊണ്ടാണ് ഇത് ഓരോന്നും ഇങ്ങനെ വിശദീകരിക്കുന്നത്. നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ ക്ലാസ് തീർക്കാം ജമ്മു കസർ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും, ഇപ്പൊ പല വിഷയങ്ങളും നമുക്കൊക്കെ മനസ്സിലാകുന്നത് ഈ വിഷയം നോക്കാൻ തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ. കാരണം പല ആളുകളും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. ജുമ യാത്രക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ കൂടെ അസർ കൂടെ നിസ്കരിച്ചിട്ട് പോയാലാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന് അവർ കൊടുക്കുന്ന ലജ്ന കൊടുത്ത മറുപടി, മാ ഫഅലഹു ഇമാമുൽ ജാമിഉൽ മദ്കൂർ മിൻ ജംഇൽ അസ്രി മഅ സ്വലാത്തിൽ ജുമുഅത്തി ലിഅജലിൽ മത്വരി ഇജ്തിഹാദൻ മിൻഹു ജസാഹുല്ലാഹു ഖൈറ. ഇമാം ചെയ്തത് ഒരു ഇജ്തിഹാദിയായ കാര്യമാണ്. അയാളെ മഴ പെയ്തു, അയാളെ ജമാക്കി ജുമയുടെ കൂടെ. അത് അയാളുടെ ഒരു ഇജ്തിഹാദാണ്. അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കട്ടെ. അപ്പൊ ഇത് പണ്ഡിതന്മാരുടെ ഒരു രീതിയാണ്. അള്ളാഹുവിന്റെ റസൂൽ അല്ലാത്ത ആർക്കും അബദ്ധങ്ങൾ പറ്റും. അവർക്ക് ഇജ്തിഹാദിൽ ശരിയായാൽ 2 കൂലി കിട്ടും, തെറ്റാണെങ്കിൽ ഒരു പ്രതിഫലം ഉണ്ടെന്ന്. തെറ്റേ തന്നെ ഒരു പ്രതിഫലം ഉണ്ട്. അവരുടെ അഖീദയും മനഹജും ശരിയാണെങ്കിൽ അവർ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളാണ്, സലഫി പണ്ഡിതന്മാർ തന്നെ. അത് എത്ര വിഷയത്തിൽ അബദ്ധങ്ങൾ പറ്റിയത്. ഒരു നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രം ഓരോ മദ്ഹബിന്റെ ഇമാമുകളും സുന്നത്തിനെതിരായിട്ടുള്ള എത്ര പരാമർശങ്ങൾ വന്നിട്ടുണ്ട് മദ്ഹബിന്റെ ഇമാമുകൾ അടുത്തുനിന്ന്. അങ്ങനെ നോമ്പിന്റെ വിഷയത്തിൽ, ഹജ്ജിന്റെ വിഷയത്തിൽ, ഉംറന്റെ വിഷയത്തിൽ, ഓരോ മസലകളിലും ഇപ്പൊ സുന്നത്തിനെതിരായി തന്നെ പല പരാമർശങ്ങളും പല കാര്യങ്ങളും പല മദ്ഹബുകളിലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരൊന്നും പണ്ഡിതന്മാരല്ല, അവരൊക്കെ അഹ്ലു സുന്നത്തിന് പുറത്താണ്, അവരൊക്കെ സലഫിയത്താണെന്ന് പുറത്താണ്, അവരൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇമാമിങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് അവരുടെ ഇജ്തിഹാദാണ്. ആ ഇജ്തിഹാദിൽ ശരിയായതുണ്ടാവും, തെറ്റായതുണ്ടാകും. ശരിയായാൽ അവർക്ക് 2 പ്രതിഫലം ഉണ്ടാകും, തെറ്റാണെങ്കിൽ തന്നെ 1 പ്രതിഫലം ഉണ്ടാകും. അവരുടെ അഖീദയും മൻഹജും ഉസൂലുകളും, അത് അഹ്ലുസുന്നയുടെ ഉസൂല് ആണെങ്കിൽ, അഖീദയാണെങ്കിൽ, മൻഹജാണെങ്കിൽ അവർ ശരിയായ സലഫികൾ തന്നെയാണെന്നുള്ളത് ആർക്കും അറിയാവുന്ന, പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ലജ്ന പറഞ്ഞതെന്താ, ആ ഇമാമ് ഇജ്തിഹാദ് ചെയ്തു, അതിലയാൾക്ക് അബദ്ധം പറ്റി, അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കട്ടെ. വഹുവ ഖതഉൻ ലാ അസ്ല ലഹു ഫി ശറഇ. അയാൾ ചെയ്തത് അബദ്ധമാണ്, തെറ്റാണ്. അയാൾ ചെയ്തതിന് ശറഇൽ എന്തില്ല, അടിസ്ഥാനമില്ല. ഇതിലാ യജൂസുൽ ജംഉ ബൈനൽ ജുമുഅത്തി വൽ അസ്രി. കണ്ടോ, കാരണം ഈ ജുമുഅയും അസ്റും കൂടി ജംഇല്ല. അതുകൊണ്ട് അയാൾ ചെയ്തത് അബദ്ധമാണ്, അയാളെ ഇജ്തിഹാദ് അനുസരിച്ച് ചെയ്താണ്. അല്ലാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു ജംഇ ഇല്ല. ലിഅന്ന ദാലിക ലം യൻഖുൽ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. വലാ അൻ അസ്ഹാബിഹി റളിയല്ലാഹു അൻഹും മിൻ ബഅദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്നും അവർ ജുമയുടെ കൂടെ അസ്ർ ജമാക്കിയതായിട്ട് വന്നിട്ടില്ല. വലിഅന്നൽ ജുമുഅത ലൈസത് മിൻ ജിൻസിൽ അസ്ർ. എന്നിട്ട് ഇതിങ്ങനെ വിശദീകരിച്ച് പോവാണ്. അതുകൊണ്ട് അവര് അസ്ർ മടക്കി നിസ്കരിക്കണം, അതിന്റെ സമയമാകുമ്പോ അവര് അസ്ർ നിസ്കരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ ചോദ്യകർത്താവ് ഒരു ചോദ്യത്തില് ന്യായം പറഞ്ഞല്ലോ, അന്ന് മഴ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിനെ ലജ്ന ഗണ്ണിക്കുന്നത് കേട്ടോ. വഖദ് വഖഅ നുസൂലുൽ മത്വർ വഖി സ്വലാത്തിൽ ജുമുഅത്തി ഫി സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി ബിന്നാസി അൽ ജുമുഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മഴ പെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് പറഞ്ഞു ഒക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്, വെള്ളമല്ല, കന്നുകാലികളൊക്കെ ചത്തുപോവുകയാണ് അല്ലെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു.
അല്ലെ? സഹാബത്ത് പറയുന്നുണ്ട് അങ്ങനെ അതിശക്തമായ മഴ പെയ്തു, പിന്നെ അത് നിർത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ജുമ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതേപോലെ അതിശക്തമായ മഴ പെയ്തിട്ടുണ്ട്. വലം യജ്മഅ ബിഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൊണ്ട് ജമാക്കിയിട്ടില്ല. അപ്പൊ ആ ന്യായത്തെ അയാള് ചോദ്യകർത്താവ് പറഞ്ഞ ന്യായത്തെ ഗണ്ണിച്ചു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ തെളിവ് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇമാമ് ചെയ്തത് ഖത ആണ്, അത് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദാണ്, അതിന് തെളിവില്ല എന്നുള്ളതാണ് ലജ്ന ഇവിടെ കൊടുക്കുന്ന ഫത്വ. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹം ഇതേ അഭിപ്രായമാണ് പറയുന്നത്. അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഫത്വ സമാഹാരത്തില് ഇതേ ചോദ്യം. അതിൽ അദ്ദേഹം കൊടുത്ത മറുപടി അൽ മുസാഫിറു ലൈസ അലൈഹി ജുമുഅ, മുസാഫിറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജുമുഅ അല്ല, ജുമുഅ നിർബന്ധമല്ല. ബൈനമാ യുസല്ലി ളുഹറൻ വലാ ബഅസ അൻ യജ്മഅ ബൈന ളുഹരി വൽ അസ്രി, അയാൾ ളുഹർ നിസ്കരിച്ചാൽ മതി. അതിന് ബൈനമാ യുസല്ലി ളുഹറൻ, അയാൾ ളുഹർ നിസ്കരിക്കട്ടെ. വലാ ബഅസ അൻ യജ്മഅ ബൈന ളുഹരി വൽ അസ്രി, ളുഹർ അസ്റും ജമാഅക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഒരാൾ നിസ്കരിക്കണമെങ്കിൽ അയാൾക്ക് ജമാക്കാം. അമ്മാ ഇദാ സല്ലൽ മുസാഫിറു മഅ അന്നാസി അൽ ജുമുഅ ഫി അയ്യി ബലദിൻ, എന്നാൽ ഏതെങ്കിലും ഒരു നാട്ടിൽ, ഏത് നാട്ടിലാകട്ടെ, ഒരു മുസാഫിർ ഇമാമിന്റെ കൂടെ, ജനങ്ങളുടെ കൂടെ അയാളെ ജുമുഅ നിസ്കരിച്ചു, ഫഇന്നഹു ലാ യജ്മഅ ഇലൈഹാ അൽ അസ്റ, അയാൾ അതിന്റെ കൂടെ അസ്ർ ജമാക്കരുത്. ബൽ അലൈഹി അൻ യുസല്ലി അൽ അസ്റ ഫി വഖ്തിഹാ, അവന് നിർബന്ധമാണ് അസ്ർ അതിന്റേതായ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് അവന് നിർബന്ധമാണ്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള ഫത്വയാണ്, അതിൽ കൊടുത്ത മറുപടി. ഇനി ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഇത് വ്യക്താക്കിയിട്ടുണ്ട്, ആവർത്തിച്ച് വ്യക്താക്കിയിട്ടുണ്ട്. ഇത് ജായിസ് അല്ല എന്നുള്ളത് വ്യക്താക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹം ഒരുപാട് തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അവര് പറയുന്ന ന്യായങ്ങളെ അദ്ദേഹം ഗണ്ണിക്കുന്നുണ്ട്. അതിലൊന്ന് ഷെയ്ഖ് ഉസൈമി പറയുന്നത്, ആദ്യം അദ്ദേഹം പറഞ്ഞു നിസ്കാരം എന്നുള്ളത് ഇബാദത്താണ്, അത് സമയബന്ധിതമാണ്. അപ്പൊ ഇത് നമ്മൾ ഈ വിഷയത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ജമ്മും ഖസ്റും വിഷയത്തിന്റെ ആദ്യാന്തം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉസൂൽ എന്താ? ഇത് സമയബന്ധിതമായ ആരാധനാകർമ്മമാണ്. അതിന്റെ പുറത്തൊക്കെ നമുക്ക് ആ പരിധി നമുക്ക് വിടണമെങ്കിൽ തക്കതായ സബബ് ഉണ്ടായിരിക്കും. ഇതാണ്. അപ്പൊ അതുകൊണ്ട് ആ നിസ്കാരത്തിന്റെ ഓരോ സമയങ്ങളും അതൊക്കെ ഹദീസുകളിൽ തന്നെ വന്നത്, ഖുർആനിൽ വന്നതൊക്കെ ഷെയ്ഖ് ഉസൈമീൻ എടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണേ, ഫൈൻ കാന ഖായിലുൻ, ഇനി ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, അഫല യസിഹു ഖിയാസു ജംഇൽ അസ്രി ഇല ജുമുഅ അലാ ജംഇഹാ ഇല ളുഹരി, ളുഹറിലേക്ക് ഖിയാസ് ചെയ്തുകൊണ്ട് നമ്മള് പിന്നെ ജുമുഅനെ ഖിയാസാക്കിക്കൂടെ ളുഹറിലേക്ക്, കാരണം ളുഹറിന്റെ കൂടെ അസ്ർ ജമാക്കുന്നുണ്ടല്ലോ, അതേപോലെ അതിലേക്ക് ഖിയാസാക്കിക്കൊണ്ട് ജുമുഅയുടെ കൂടെ അസ്ർ ജമാക്കിക്കൂടെ. അപ്പൊ അദ്ദേഹം അതിന് ഫൽ ജവാബു, അതിന്റെ ഉത്തരം അദ്ദേഹം പറയുന്നു, ലാ യസിഹു ദാലിക ലിവുജൂഹി, പല കാരണങ്ങൾ കൊണ്ട് ആ വാദം ശരിയല്ല. അല്ല അവരും. എന്നിട്ട് അദ്ദേഹം അതിനെ ഓരോന്നായിട്ട് ഗണ്ണിക്കുന്നത്, ഒന്ന് അന്നഹു ഖിയാസുൻ ഫിൽ ഇബാദാത്തി, അത് ഇബാദത്തുകളില് ഖിയാസ് ചെയ്യലാണ്. അപ്പൊ അവര് പറയുന്ന ഒന്നാമത്തെ ന്യായം അതാണല്ലോ, എന്ത് ളുഹറിന്റെ കൂടെ ജമാക്കുന്നുണ്ട്, അപ്പൊ അതേപോലെ തന്നെ ജുമയുടെ കൂടെയും ജമാക്കിക്കൂടെ. അപ്പൊ ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ആ ന്യായം ശരിയല്ല. പല മറുപടികൾ അതിനുണ്ട്. ഒന്നാമത്തെ മറുപടി അന്നഹു ഖിയാസുൻ ഫിൽ ഇബാദാത്തി, അത് ഇബാദത്തുകളിൽ ഖിയാസ് കൊണ്ടുവരലാണ്. ഇബാദത്തുകളിൽ ഖിയാസ് ഉണ്ടോ? അള്ളാന്റെ ദീനിൽ തന്നെ ഖിയാസ് ഇല്ല. ഖിയാസ് ജായിസായതൊന്നുണ്ട്. നമ്മൾ ഉസൂലുൽ സുന്ന പറഞ്ഞപ്പോ അതില് അഹ്ലുസുന്നയുടെ ഉസൂലുൽ സുന്നത്തി ഇൻദന എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ അടിസ്ഥാനപരമായ ഒരു ഉസൂലായിട്ട് പഠിച്ചൊരു കാര്യം എന്താ? വലൈസ ഫിസ് സുന്നത്തി ഖിയാസ്, ഈ സുന്നത്തിൽ അള്ളാന്റെ ഇസ്ലാം ദീനില് പ്രമാണങ്ങളില് ഖിയാസില്ല എന്നാണ് നമ്മൾ പഠിച്ചു, ഉസൂലുൽ സുന്ന പഠിച്ചു. അപ്പോ ഇപ്പറഞ്ഞത് എന്താണ്? ഖിയാസാണ്. പക്ഷെ ഷെയ്ഖ് ഉസൈമീൻ അതിനെ ഖണ്ഡിച്ചെന്ത്? ഇബാദത്തുകളിൽ ഖിയാസില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ന്യായം പറ്റില്ല. ഇത് പൂർണ്ണമായിട്ടും തൗഖീഫിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഓരോന്നും. അതാണ് ഒന്നാമത്തെ പോയിന്റ്.
ഒന്ന് ഇബാദത്തുകളിൽ ഖിയാസില്ല. അദ്ദേഹം അവരുടെ ജായിസാണെന്ന് പറഞ്ഞ ആൾക്കാരുടെ വാദത്തെ അദ്ദേഹം ഗണ്ണിക്കണം. രണ്ടാമത്തെ മറുപടി, ജുമുഅ എന്നുള്ളത് ഇബാദത്തുൽ മുസ്തഖില്ല, സ്വലാത്തുൽ മുസ്തഖില്ല, ഒരു സ്വതന്ത്രമായ നിസ്കാരമാണ്. അതങ്ങനെ മുൻഫരിദത്തുൻ ബിഅഹ്കാമിഹ, അതിന്റെ ഓരോ വിധികളും തഫ്തരിക്കു മഅ ളുഹരി ബിഅക്സറ മിൻ 20 ഹുക്മൻ, 20ഓളം ഹുക്മുകളിൽ പിന്നെ ളുഹറും ജുമുഅയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്തഖില്ലാണ്, സ്വതന്ത്രമായ ആരാധനാകർമ്മമാണ് ഇത് ജുമുഅ എന്നുള്ളത്. അപ്പൊ ഇത് ഖിയാസുൻ ഫാരിഖാണ്. കാരണം എന്താ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. 20ഓളം മസലകളിലെ വ്യത്യാസമുണ്ട്, ഹുക്കുമുകളിൽ വ്യത്യാസം എന്നാണ് ശൈഖ് ഉസൈമീൻ പറയുന്നത്. പിന്നെ അങ്ങനെ ജുമുഅയും ളുഹറും ഖിയാസാക്കും. ഇതാണ് അദ്ദേഹം കൊടുക്കുന്ന രണ്ടാമത്തെ മറുപടി. 3, അന്ന ഹാദിൽ ഖിയാസ മുഖാലഫുൻ ലിളാഹിരി സുന്ന, പ്രകടമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ സുന്നത്തിനോട് എതിരാണ് ഈ ഖിയാസ്. കാരണം എന്താ, എന്നിട്ട് അദ്ദേഹം 2 ഹദീസുകൾ എടുത്തു കൊടുക്കുകയാണ്. ഒന്ന്, നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരണവും കൂടാതെ ജമ്മാക്കി, പിന്നെ ഹൗഫ്, സഫർ, മസർ ഇത് പറഞ്ഞു, ഇത് കൂടാതെ ജമ്മാക്കി. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അതിനെപ്പറ്റി ചോദിച്ചു. അപ്പോ അതിന് കൊടുത്ത മറുപടി തന്റെ സമൂഹത്തിൽ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ശൈഖ് ഉസൈമീൻ എടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് മറ്റേ ഹദീസും കൊടുത്തു. ഏത്, മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നടത്തുമ്പോൾ മഴ പെയ്ത സംഭവം എടുത്ത് ഉദ്ധരിച്ചു. അതും എടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു, ഈ സംഭവം നടന്നു, ആ ഹദീസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ധനം നശിച്ചു, കന്നുകാലികൾ ചത്തൊടുങ്ങി, കെട്ടിടങ്ങളൊക്കെ ആ രൂപത്തിൽ മഴ പെയ്തു എന്നുള്ളതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ജമ്മാക്കിയിട്ടില്ല, ജുമുഅയുടെ കൂടെ അസ്ർ ജമ്മാക്കിയിട്ടില്ല. തന്റെ സമൂഹത്തിൽ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മാക്കിയത് എന്നുള്ളത് ഹദീസുണ്ട്. അന്നാണെങ്കിൽ അതിശക്തമായ മഴ വർഷിക്കുകയും ചെയ്തു, മിമ്പറിൽ വെച്ചിട്ടല്ല, ജുമുഅ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയുടെ കൂടെ അസ്ർ ജമ്മാക്കിയോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഹദീസിന് തന്നെ എതിരാണ്. ശൈഖ് ഉസൈമീൻ ഇതിനെ ഗണ്ണിക്കാൻ. മൂന്നാമത്തെ എന്നാണ്. ഇനി 4, ഫൈദാ ഖാലിൽ ഖായിരം, ഇനി ആരെങ്കിലും പറഞ്ഞാൽ മദ്ദലീലു അലാ മൻഇ ജംഇൽ അസ്രി മഅൽ ജുമുഅ, ജുമുഅയുടെ കൂടെ അസ്ർ ജംആക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള തെളിവ് എന്താണ് എന്നാരെങ്കിലും ചോദിച്ചാൽ, ഇത് ജായിസാണെന്ന് പറയുന്ന ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ട്, അതിനെ തടയാൻ, അത് പാടില്ല എന്ന് പറയാൻ എന്താ തെളിവ്? അപ്പോ കൊല്ല, അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അവിടേക്ക് കൊടുക്കുന്ന മറുപടി മദ്ദലീലു അലാ ജവാസിഹി, അത് ജായിസാണെന്ന് പറയുന്നത് തെളിവ്. ഇപ്പൊ ഖിയാസാണെന്നുള്ള വാദത്തെ അദ്ദേഹം ഗണിച്ചു. ആ ഖിയാസ് ശരിയായ ഖിയാസല്ല, പിന്നെ അത് വ്യക്തമായ സുന്നത്തിനെതിരാണ്. പിന്നെ ളുഹറും ജുമുഅയും 20ഓളം ഹുക്മുകളിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നത് ജായിസാണെന്നുള്ളതിന് എന്താ തെളിവ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്നല്ല അസ്ല, ഇവിടെ അസ്ലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ശൈഖ് ഉസൈമീൻ പറയണം, ഇവിടെ അസ്ൽ എന്താണ്, അസ്ർ അതിൻ്റെതായ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അത് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ളുഹറിന്റെ കൂടെ ജംആക്കാന്ന് പറഞ്ഞു. എന്നാൽ അതിന് വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ സമയത്ത് നിന്ന് അതിനെ മുന്തിക്കാൻ പാടില്ല. കാരണം അസ്റിനൊരു സമയമുണ്ട്, ആ സമയത്തെ അത് നിർവഹിക്കാൻ പാടുള്ളൂ. അതാണ് പിന്നെ അസ്ല്. അതിൽ നിന്ന് തെറ്റിക്കണമെങ്കിൽ നമുക്ക് വ്യക്തമായ നസ്സ് കിട്ടണം, വ്യക്തമായ നസ്സ് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അസ്റിനെ നേരത്തെ നിസ്കരിക്കലാണ്, സമയത്തെ തെറ്റിക്കലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ഗണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ചർച്ച അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും, ഷർഹുൽ മുംതി, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫത്വകളിലൊക്കെ ഈ ചർച്ചകൾ കാണാം. ഇത് മജ്മൂ ഫത്താവ ഇബ്നു ഉസൈമീനിൽ കാണാം. 371 മുതൽ 375 വരെ സുദീർഘമായിട്ടുള്ള ഒരു ചർച്ചയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തിട്ടുള്ള മറുപടി. ഇതേപോലെ തന്നെ അദ്ദേഹം ജുമുഅയുടെ ഒരുപാട് ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്നുണ്ട്. കുറെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കും, ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ, ബാക്കിയുള്ള കാര്യങ്ങൾ. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്
ഈ ജുമുഅയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഹാദിഹി സ്വലാ വമിൻ ഖസായിസി ഹാദിഹി സ്വലാത്തി അന്നഹു ലാ യജ്മഉ ഇലൈഹാ മാ ബഅദഹാ വല്ലദി ബഅദഹാ ഹുവൽ അസ്ർ. ഈ ജുമുഅയുടെ പ്രത്യേകത എന്നത് ജുമുഅയുടെ കൂടെ അസ്ർ ജംആക്കാൻ പാടില്ല എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയും. ഏതെങ്കിലും ഒരു യാത്രക്കാരൻ അയാൾ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ജുമുഅ നിസ്കരിച്ചു, അതിന്റെ കൂടെ ഫഇന്നഹു ലാ യളുമു ഇലൈഹാ അൽ അസ്റ, അതിന്റെ കൂടെ അവൻ അസർ കൂടി ജംആക്കിട്ട് നിസ്കരിക്കരുത്. യഅന്ന സുന്നത ഇന്നമാ വറദത ഫിൽ ജംഇ ബൈന അൽളുഹരി വൽ അസ്ർ. കാരണം എന്താ, സുന്നത്ത് വന്നിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽളുഹറും അസറും ജംആക്കി എന്നുള്ളതാണ്. വസലാത്തുൽ ജുമുഅ ലൈസത്ത് സലാത്തുൽ ളുഹരി ബിൽ ഇത്തിഫാഖ്. ജുമുഅസ്കാരം എന്തായാലും എന്തല്ല, അത് ളുഹറല്ല, അത് ളുഹറല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നീ യാത്രയിലാണെങ്കിൽ എന്ത് ചെയ്തോ, സുദീർഘമായിട്ടുള്ള ഒരു ചർച്ചയിൽ അദ്ദേഹം പറയണം. അതുകൊണ്ട് വൈദാ ദഖല വഖ്തുൽ അസ്ർ, അസറിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ വഅൻത ഫി സഫർ, നീ യാത്രയിലാണെങ്കിലും ഫസ്വല്ലി ഹൈസുമാ അദറക്ത സ്വലാത്ത്, എങ്ങനെയാണോ ഏതവസ്ഥയിലാണോ ആ അസറിന്റെ സമയം നിനക്ക് വന്നുപെട്ടത്, അപ്പൊ നിനക്ക് പറ്റുന്നത് പോലെ എന്ത് ചെയ്യുക, ആ അസറിന് അതിന്റെ സമയത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ് ഷെയ്ഖ് തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വേറെ സ്ഥലത്ത് കൊടുക്കുന്ന ഫത്വ. അപ്പോ ഈ വിഷയത്തിൽ ഒരുപാട് ഫത്വകളുണ്ട്. അപ്പൊ അത് അനുവദനീയമല്ല എന്നുള്ളതാണ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് അത് ജായിസല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പൊ ഈ പണ്ഡിതന്മാരൊക്കെ ഇത് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായമാണ് ഇവരൊക്കെ മുൻഗണന കൊടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഷെയ്ഖ് ഉസൈമീൻ, അതേപോലെ തന്നെ ഇബ്നു ബാസ്, അതേപോലെ തന്നെ ലജ്ന, ഷെയ്ഖ് ഫൗസാൻ, ആലു ഷെയ്ഖ്, ഇവരൊക്കെ ദേവാദമാണ് ജുമയുടെ കൂടെ അസ്ർ ജംആക്കുന്നത് ജായിസല്ല. അതിനാൽ പറയുന്നത് തെളിവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റവർ ചെയ്യുന്നത് ഖിയാസാക്കാണ്, ളുഹറിലേക്ക് ഖിയാസാക്കാണ് ജുമായ. അപ്പൊ ളുഹറിന്റെ കൂടെ അസ്ർ ജംആക്കുന്നുണ്ടല്ലോ, അപ്പൊ അതേ ന്യായാണ് ജുമയുടെ കൂടെ അസ്ർ ജംആക്കി കൂടെ എന്നുള്ളതാണ്. അപ്പൊ ആ ചോദ്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പണ്ഡിതന്മാര് ശരിക്ക് ഗണ്ണിച്ചിട്ടുണ്ട് തെളിവുകൾ സഹിതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് ആ വിഷയത്തിൽ പറയുന്നത്. ഇനി അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ നമ്മൾ ജംആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജംആക്കാൻ തീരുമാനിക്കുമ്പോൾ പലതും നമ്മുടെ മുമ്പിൽ വരും, പല പ്രശ്നങ്ങളും വരും. ഒന്ന്, നമ്മൾ മഗ്രിബ് പിന്തിപ്പിച്ചു. അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, ഇശയാണ് നിസ്കരിക്കുന്നത്, നമ്മൾ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ തർത്തീബ് നിർബന്ധമാണ്. അത് ആദ്യം മഗ്രിബ് തന്നെ നിസ്കരിച്ചോളണമെന്നുണ്ടോ? അതല്ല ആ ഇശായിൽ ജമാഅത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ മഗ്രിബ് നിസ്കരിച്ചാൽ മതിയോ? അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തി ഇശാന്റെ സമയമായിട്ടുണ്ട്, അപ്പൊ ഇശ ആദ്യം നിസ്കരിക്കണം, അതല്ല മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇശ നിസ്കരിച്ചാൽ മതിയോ? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. അപ്പൊ പലർക്കും നമ്മളൊക്കെ പലരും ചെയ്യാറുള്ളത്, പള്ളിയിൽ ഇശ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ ആ ഇശ ജമാഅത്തിൽ കൂടും, അതിൽ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇശ നിസ്കരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, മഗ്രിബ് നിസ്കരിക്കും. യഥാർത്ഥത്തിൽ മൊത്തത്തില് ഒരു ജംഇന്റെയും കസറിന്റെയും വിഷയത്തിൽ മാത്രമല്ല, മൊത്തത്തില് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യത്തെ പണ്ഡിതന്മാര് ഹദീസുകളിൽ നിന്നൊക്കെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്, അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നിസ്കാരങ്ങൾ നഷ്ടപ്പെടാം. അങ്ങനെ നമസ്കാരം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ അത് അയാളെ വീണ്ടെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് അയാളെ നിസ്കരിക്കുകയാണെങ്കിൽ, അത് ജമ്മും കസറാകട്ടെ അല്ലാതിരിക്കട്ടെ, യാത്രയിലാകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ, തർത്തീബ് വേണം എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു തർത്തീബ് അതിനുണ്ടാകണം എന്നുള്ളതാണ്. ജമ്മു ആക്കി നിസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ചും അത് വേണം. അതല്ലാത്ത സന്ദർഭത്തിൽ തന്നെ ഇങ്ങനെ വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അത് തർത്തീബോട് കൂടിയിട്ട് നിർവഹിക്കണം എന്നുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തെളിവായിട്ട് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ചില ഹദീസുകളാണ്. അതിലൊരു ഹദീസ് അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധം, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നടന്നൊരു സംഭവം അബൂ ജുമഅ റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആമൽ അഹ്സാബി സല്ലൽ മഗ്രിബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തില് അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മഗ്രിബ് നിസ്കരിച്ചു. ഫലമാ ഫറഗ അങ്ങനെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഹൽ അലിമ അഹദും മിൻകും അന്നി സല്ലൈതുൽ അസ്റ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടുണ്ടോ? ഞാൻ അസ്ർ നിസ്കരിച്ചതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഇൽമുണ്ടോ? ഖാലു അൽ പറഞ്ഞു യാ റസൂലല്ലാഹ് മാ സല്ലൈത, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ നിസ്കരിച്ചിട്ടില്ല, അസ്ർ നിസ്കരിച്ചിട്ടില്ല എന്നാണ്. ഇത് വേറെ ഒരുപാട് ഹദീസുകളോട് വന്നിട്ടുണ്ട്. അപ്പൊ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫഅമറ അൽ മുഅദ്ദിന, അങ്ങനെ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഫഅഖാമസ്സല, ഇഖാമത്ത് കൊടുത്തു. ഫസല്ലൽ അസ്റ, അങ്ങനെ അസ്ർ നിസ്കരിച്ചു. സുമ്മ ആദൽ മഗ്രിബ, പിന്നെ മഗ്രിബ് എന്താക്കി വീണ്ടും നിസ്കരിച്ചു. അപ്പോ അസ്ർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, മഗ്രിബ് നിസ്കരിച്ചും ചെയ്തു. പിന്നെയാണ് മനസ്സിലായത് എന്ത് അസ്ർ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്തു? മഗ്രിബ് അസ്ർ ആദ്യം നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ ആ മഗ്രിബിനെ വീണ്ടും നിസ്കരിച്ചു. അപ്പൊ ഈ ഹദീസിന്റെ വിശദീകരണത്തിലാണ്, ഈ ഹദീസാണ് ഇവർ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട തെളിവ്. ഒരു തർത്തീബിനനുസരിച്ചിട്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ ആ തർത്തീബ് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മൊത്തത്തിൽ ഹദീസുകളിൽ നിന്നും ഇവരുടെ ശറഹുകളിൽ നിന്നും മനസ്സിലാകും. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മള് മഗ്രിബ് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും, അപ്പൊ എന്ത് ചെയ്യും? ഇഷ ജമാഅത്ത് ഇറക്കുന്നുണ്ടാവും, ആ ഇഷയില് ഇഷ നിസ്കരിക്കും, എന്നിട്ട് പിന്നെ മഗ്രിബ് നിസ്കരിക്കും. അപ്പൊ ആ തർത്തീബ് ജംഇന്റെ വിഷയത്തിൽ മാത്രമല്ല, അതല്ലാത്ത സന്ദർഭങ്ങൾ, പല സന്ദർഭങ്ങൾ ഉണ്ടാകാം. ആ സന്ദർഭത്തിലൊക്കെ തന്നെ ചെയ്യേണ്ടത്. ഒരാള് സുബ്ഹ് നിസ്കരിച്ചിട്ടില്ല, അയാൾക്ക് ളുഹർ നിസ്കരിക്കുന്ന സമയത്താണ് അത് ഓർമ്മ വന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അയാൾക്കത് ഓർമ്മ വന്നത് ളുഹർ നിസ്കരിക്കുമ്പോഴാണ്. അയാളെന്താ ചെയ്യേണ്ടത്? അയാൾ സുബ്ഹ് നിസ്കരിക്കണം. അപ്പൊ ഇതിന്റെ കുറച്ച് വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അതിനു മുമ്പ് ഈ വിഷയത്തില് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വജുംലത്തു ദാലിക, മൊത്തത്തിൽ ഇത്തരത്തിലുള്ള ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അന്ന തർത്തീബ വാജിബ്, തർത്തീബ് എന്നുള്ളത് വാജിബാണ് എന്നുള്ളതാണ്. ഫി ഖളായിൽ ഫവായിദി നസ്സ അലൈഹി ഫി മവാദിഇ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഫവായിദുകൾ, അതായത് നഷ്ടപ്പെട്ടത് കിട്ടുമ്പോ ആ തർത്തീബ് വാജിബാണ് എന്നുള്ളതാണ് മൊത്തത്തിൽ ഇതിൽ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇബ്നു ഖുദാമ പറയുന്നത് വഖ്ദുറുബിയാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ യദുല്ലു അലാ വുജൂബി തർത്തീബ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ അത്തറുകൾ വന്നിട്ടുണ്ട്, അത് തർത്തീബാണ്, നിർബന്ധമാണ് എന്നത് അറിയിക്കുന്ന തെളിവുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നഖൈ വസ്സുഹരി വറബിഅ വയഹ്യ അൻസാരി മാലിക് ലൈസ് അബൂ ഹനീഫ ഇസ്ഹാഖ് ഇവരിന്നൊക്കെ ഈ വിഷയത്തിൽ എന്ത് തർത്തീബ് വേണം എന്നിവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുക ഹദീസ് ഒക്കെ പറഞ്ഞതിന് ശേഷം. അപ്പൊ ആ തർത്തീബ് പരിഗണിക്കണം എന്നുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് എന്ത് ജംഉ ഖസ്റും ആക്കുമ്പോ, ജംആക്കി നിസ്കരിക്കുമ്പോ ഈ തർത്തീബ് പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ്. ളുഹർ അസ്റും നമ്മൾ ളുഹർ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ളുഹർ നിസ്കരിക്കുക, പിന്നെ അസ്ർ. അതേപോലെ ആദ്യം മഗ്രിബ് നിസ്കരിക്കുക, പിന്നെ ഇശ. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. യശ്തരിതു ലിജംഇ തഖദീം യാ നബ്ദഅ ബിൽ ഊല വജംഉ തഖദീം, അങ്ങനെ ആകുമ്പോ ആദ്യത്തെ നിസ്കാരം തന്നെ നിർവഹിക്കണം. ലിഅന്നൽ വഖ്തലഹ, കാരണം അതിന്റെ സമയത്താണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. വസാനിയതു തബഉൻ ലഹ, രണ്ടാമത്തത് അതിന്റെ തുടർച്ചയാണ്, അതിന് ശേഷമാണ്, അതിന്റെ പിന്നാലെയാണ് രണ്ടാമത്തത് വരുന്നത്. അപ്പൊ ആദ്യത്തത് ആദ്യം തന്നെ ആകണം, കാരണം അതൊരു ഇബാദത്താണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ അത് വരണം. ഇതിന് പ്രശ്നമില്ലായിരുന്നെങ്കിൽ വിശ്വാസം നമുക്കത് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. മഗ്രിബ് ഏതായാലും നിസ്കരിച്ചു, പിന്നെ രണ്ടാമത്തെ നിസ്കരിച്ചാൽ പോലെ, ഇതിനാ മഗ്രിബ് ആവർത്തിച്ചത്. അപ്പൊ ആദ്യത്തേത് തന്നെ, രണ്ടാമത്തത് അതിന്റെ പിന്നാലെ വരുന്നതാണ്. വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅ ഹകദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ജംആക്കിയിട്ടുള്ളത്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇമാം നബി എടുത്ത് തിരിക്കാണ്.
ഞാൻ ഏതുപോലെ സ്കരിച്ചു അതേപോലെ നിങ്ങൾ സ്കരിക്കേണ്ടത്. പല ഉപത അഭിസ്ഥാനീയത്തിലും തസിഹ, അതുകൊണ്ട് രണ്ടാമത്തത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ ലം തസിഹ, ശരിയാവില്ല, സഹിയാവില്ല. ഇതാണ് ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇതന്നെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. അപ്പൊ ഈ തർത്തീബ് വേണമെന്നുള്ളതാണ്. അപ്പൊ ഈ തർത്തീബ് പരിഗണിക്കപ്പെടണം എന്നുള്ളത് എല്ലാവരും പറഞ്ഞു. ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ, അതേപോലെ തന്നെ ലജ്നത്തുൽ ദാഇമയുടെ ഫത്വയില് ഇതൊക്കെ ഇത് കാണാം. ഈ വിഷയത്തിൽ ലജ്നയോട് ഒരു ചോദ്യം ചോദിച്ചത്, ഒരു യാത്രക്കാരനായ മഗ്രിബ് പിന്തിപ്പിച്ചു. അങ്ങനെ ഇശാന്റെ സമയമായി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഇശ സ്കരിക്കണോ അതല്ല മഗ്രിബ് സ്കരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവരതിന്റെ മറുപടി കൊടുത്തു, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് വയജിബു ഫി ഹാലിൽ ജംഇ അത്തർതീബ്, വയജിബു നിർബന്ധമാകുന്നു, ഫി ഹാലിൽ ജംഇ ജംഇന്റെ ജംഇ ചെയ്യുന്ന സന്ദർഭത്തിൽ അത്തർതീബ് തർതീബ് നിർബന്ധമാകുന്നു. ബിഹൈസു യുസല്ലി ളുഹറ അവ്വലൻ, ആദ്യം ളുഹർ സ്കരിക്കണം, യുസല്ലി അൽ അസ്റ, പിന്നെ അസ്ർ സ്കരിക്കണം. അതുപോലെ വയുസല്ലി അൽ മഗ്രിബ അവ്വലൻ, ആദ്യം മഗ്രിബ് സ്കരിക്കണം, യുസല്ലി അൽ ഇശ, പിന്നെയാണ് ഇശ സ്കരിക്കേണ്ടത്. സവാഉൻ കാന ജംഉഹു ജംഉ തഖ്ദീം ഔ തഅഖീർ, അവന്റെ ജംഉ തഖ്ദീം ആകട്ടെ തഅഖീർ ആകട്ടെ, ആദ്യം ളുഹർ, ആദ്യം മഗ്രിബ്, പിന്നെ അസ്ർ, പിന്നെ ഇശ. അപ്പൊ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ ആ തർത്തീബ് അനുസരിച്ചിട്ട് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. അത് വാജിബാകുന്നു എന്നുള്ളതാണ് ലജ്നത്തുൽ ദായിമ കൊടുത്തിട്ടുള്ള ഫത്വ. ഇതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു. ചോദ്യതാണ്, ഞാൻ യാത്രയിലാണെങ്കിൽ ളുഹറിന്റെ സമയമായി, പക്ഷെ ഞാൻ ളുഹർ സ്കരിച്ചില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോ അസറിന്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ളുഹർ സ്കരിക്കുന്നതിന്റെ മുമ്പ്, അസർ സ്കരിക്കുന്നതിന്റെ മുമ്പ് ഫഹൽ യജൂസു അനുവദനീയമാണോ അനുസല്ലിയ സലാത്ത് ളുഹർ, ളുഹർ സ്കരിക്കുക എന്നുള്ളത് ഖബ്ല സലാത്തിൽ അസർ, അസറിന്റെ മുമ്പ്, ഔ ബഅദൽ അസരി, അതല്ല നേരെ തിരിച്ചു ചെയ്യാൻ പറ്റുമോ? അപ്പോ അയാളെ ളുഹർ പിന്തിപ്പിച്ചതാണ്. ആ വീട്ടിലെത്തിയപ്പോ അസറിന്റെ സമയത്തുണ്ട്. അപ്പൊ അസറിന്റെ മുമ്പ് ളുഹർ സ്കരിക്കണം, അതല്ല ളുഹർ സ്കരിച്ചിട്ട് അസർ സ്കരിക്കാൻ പറ്റും, അതല്ല അസർ സ്കരിച്ചിട്ട് ളുഹർ സ്കരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ കൊടുക്കുന്ന മറുപടി, അൽ വാജിബു അലൈക തർതീബ്, എനിക്ക് തർത്തീബ് നിർബന്ധമാണ്. തുസല്ലി അൽ ളുഹറ, ആദ്യം ളുഹർ സ്കരിക്കണം നീ, തുമ്മൽ അസർ, പിന്നെ അസർ സ്കരിക്കണം. വൈദാ വസൽത ഫലദിക തുസല്ലിഹ തമാമൻ അർബഅൻ, നാട്ടിലെത്തിച്ചേർന്നാൽ പൂർണ്ണമായിട്ട് സ്കരിക്കണം, 4 സ്കരിക്കണം. അല്ലാഹു വൽ അസ്റ അർബ. അപ്പോ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഈ തർത്തീബ് അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയിലും കാണാം. അദ്ദേഹം കുറച്ച് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം വിശദീകരിക്കുന്നത് അയാളെ മടക്കി സ്കരിക്കണം എന്നാണ്. നേരത്തെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, അതേപോലെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇഷ്കരിത്തു ഷർത്താണ്, ആ തർത്തീബ് ഷർത്താണ്. ബിഅനബുദാബിലൂല സുമ്മ ബിസ്സാനിയ, അപ്പൊ ആദ്യം ഏതാണോ അത് ആദ്യം നിസ്കരിക്കണം, പിന്നെ രണ്ടാമത്തത്. കാരണം നബിന്റെ ഹദീസ് അദ്ദേഹത്തിൽ സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, അപ്പൊ ആ തർത്തീബ് പരിഗണിക്കപ്പെടണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇനി ഒരു മനുഷ്യൻ മറന്നു, അല്ലെങ്കിൽ അയാൾ അറിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്തു, ഒരു കൂട്ടർ ഇശ ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, അയാളെ ഉദ്ദേശിച്ചിട്ടുള്ളത് ജംഉ തഅഖീർ ആയിരുന്നു, അയാൾ എന്ത് ചെയ്തു, അയാളുടെ സുമ്മ സല്ലമാഹും അൽ ഇശ സുമ്മൽ മഗ്രിബ, ആ ജമാഅത്തിന്റെ കൂടെ അയാൾ ഇശ സ്കരിച്ചു, പിന്നെ മഗ്രിബ് സ്കരിച്ചു. ഈ സന്ദർഭത്തിൽ തർത്തീബ് വേണോ എന്നുള്ളതാ ചോദിക്കുന്നത്. അയാളെ മഗ്രിബ് പിന്തിപ്പിച്ചു, പക്ഷെ പള്ളിയിൽ ജമാഅത്തായിട്ട് ഇശ സ്കരിക്കുന്നുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഈ തർത്തീബ് വേണോ, അയാൾക്ക് ഇശ സ്കരിച്ചുകൂടെ? അപ്പൊ അദ്ദേഹം ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നാൽ മഷ്ഹൂറു ഇൻദ ഫുഖഹാഇന, നമ്മുടെ അടുത്ത് നമ്മുടെ ഫുഖഹാക്കൾക്കിടയിൽ മഷ്ഹൂറായ ഇഖ്റാഅന്നഹു ലാ യസ്ഖുത്ത്, പോരാ, ലാ യസ്ഖുത്ത്, അതുകൊണ്ട് അത് വിടൂല. وبناء على هذا لو ان الانسان قدم الثاني على الاولى سهوا او جهلا او ادراك الجمع ولغير ذلك من الاسباب فان الجمع لا يصح, എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് ജായിസാവില്ല. അപ്പോ പിന്നെ
എന്താണ് ഈ അവസ്ഥയിൽ ചെയ്യേണ്ടത്? അതിന് അദ്ദേഹം കൊടുക്കണം അസ്സലാത്തുല്ലത്തി സ്വല്ലഹ അവ്വലൻ ലം തസിഹു ഫർളൻ. അയാൾ ആദ്യം നിസ്കരിച്ചത് ഫർളായിട്ട് കൂട്ടൂല. ഏത് അയാൾ ഇശ നിസ്കരിച്ചു, അതായത് സുന്നത്ത് ഒരു സുന്നത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം ഉണ്ടാവും. വാ എൽസമുഹു ഇആദതിഹ, അത് മടക്കി നിർവഹിക്കുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ഇശ വീണ്ടും നിസ്കരിക്കണം എന്നർത്ഥം. അയാൾ ഇശ വീണ്ടും നിസ്കരിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ. ഹദീസ് അഹ്മദ് ധരിച്ച ഹദീസാണ്, നേരത്തെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത് മിസാല് ദാലിക, ഒരു ഉദാഹരണം. റജുലുൻ കാന നാവിയൻ ജമ്മു തഖീർ, അയാൾ ജമ്മു തഖീർ ഉദ്ദേശിച്ച ആളാണ്. സുമദഹൽ മസ്ജിദ, അങ്ങനെ അയാൾ പള്ളിയിൽ ചെന്നു. വജദനാസൻ യുസല്ലുൽ ഇശ, ആ സമയത്ത് ജനങ്ങളൊക്കെ ഇശ നിസ്കരിക്കുകയാണ്. ഫദഖല മാഹും ബിനിയ്യത്തിൽ ഇശായി, അയാൾ എന്ത് ചെയ്തു? ഇശാന്റെ നിയ്യത്തോട് കൂടിയിട്ട് ഓല കൂടെ ഇശ നിസ്കരിക്കാൻ നിന്നു. വലം മൻതഹാ മിനൽ ഇശായി, അങ്ങനെ ഇശക്ക് ശേഷം സല്ലൽ മഗ്രിബ, അയാൾ മഗ്രിബ് നിസ്കരിച്ചു. യഖൂലു, നമ്മൾ പറയുന്നു സ്വലാത്തുൽ ഇശ ലാ തസിഹ്, അയാളെ ഇശ നിസ്കാരം ശരിയില്ല. അപ്പൊ മഗ്രിബ് പിന്തിപ്പിച്ചു ഒരാള്, അയാളെ പള്ളിക്ക് എത്തിയപ്പോ ഇശ ജമാഅത്ത് നടക്കുകയാണ്. അയാളെ ഇശാന്റെ നിയ്യത്ത് വെച്ചിട്ട് ഇശ നിസ്കരിച്ചു. നമ്മൾ പറയുന്നു അയാളെ ഇശ നിസ്കാരം ശരിയില്ല. ലിഅന്നഹു ഖദ്ദമഹ അലൽ മഗ്രിബി, അയാൾ എന്ത് ചെയ്തു? മഗ്രിബിന്റെ മുന്നേ ഇശയാക്കി. വത്തർത്തീബു ഷർത്തുൻ, തർത്തീബ് എന്നുള്ളത് ഷർത്താണ്. ഫൈസല്ലി അൽ ഇശ മറത്തൻ സാനിയ, അയാൾ രണ്ടാമത് ഇശ നിസ്കരിക്കണം. വൽ മഗ്രിബു സ്വഹീഹ, മഗ്രിബ് സ്വഹീഹ, അയാൾ ഇശ രണ്ടാമത് നിസ്കരിക്കണം. വമഅന ഖൗലിനാ ലാ തസിഹു, ഷെയ്ഖ് ഹുസൈൻ പറയുന്നത് നമ്മള് ലാ തസിഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഷെയ്ഖ് ഹുസൈൻ ലാ തസിഹു ഫർളൻ തബ്റഉ ബിഹി അദ്ദിമ്മ വലാകിന്നഹാ തകുനു നഫ്ലൻ ഹിസാബു അലൈഹി, അതെന്തായിട്ട് കൂട്ടൂല? അയാൾക്ക് ഫർള് വീടാൻ അത് പോരാ, അതൊരു സുന്നത്തായിട്ട് പരിഗണിക്കും. പക്ഷെ അത് വീടണമെങ്കിൽ എന്ത് വേണം? അയാള് ഇശ വീണ്ടും നിസ്കരിക്കണം എന്നർത്ഥം. അപ്പൊ ഇതാണ് ഷെയ്ഖ് ഹുസൈമീൻ അദ്ദേഹത്തിന്റെ ഷറഫുൽ മുംതിയിൽ ഇത് കാണാം, 401, 402 പേജിൽ, വാള്യം 4. അപ്പോ ഇത് വേറെ ഒരുപാട് ഫത്വകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തർത്തീബ് വേണമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി അതിന്റെ കൂടെ വരുന്നൊരു പ്രശ്നം, അപ്പൊ അങ്ങനെ നിസ്കാരം നടക്കുകയാണ്, നമ്മുടെ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? പല അഭിപ്രായങ്ങൾ പലതും പലരും ചെയ്യാറുണ്ട്. ചിലരെന്ത് ചെയ്യും? മഗ്രിബ് ഒറ്റക്ക് പോയിട്ട് നിസ്കരിക്കും, എന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇശാന്റെ ജമാഅത്തിൽ കൂടിയിട്ട് ഇശ നിസ്കരിക്കും. വേറെ ചില ആളുകൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞതുപോലെ ഇശ നിസ്കരിക്കും, പിന്നെ മഗ്രിബ് നിസ്കരിക്കും. വേറെ ചിലരെന്ത് ചെയ്യും? മഗ്രിബിന്റെ നിയ്യത്ത് വെച്ചിട്ട് ഈ ജമാഅത്തിൽ പങ്കെടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് 4ാമത്തെ റക്അത്തേക്ക് ഇവർ പോകുമ്പോ അവനവിടെ ഇരിക്കുക. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള നിലപാട് ഏതാണ്? അതല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യും? സലാം കിട്ടിയിട്ട് പുറത്തു വരും. ഇശ 4ആണല്ലോ, അപ്പൊ മഗ്രിബല്ലേ, മഗ്രിബിന്റെ നിയ്യത്തല്ല. അപ്പൊ 4ാമത്തെ റക്അത്തിൽ ഇമാമ് എഴുന്നേൽക്കും, അവനെന്ത് ചെയ്യും? 3ാമത്തെ റക്അത്തിൽ അവിടെ ഇരിക്കും, 4ാമത്തെ റക്അത്തിൽ എന്നിട്ട് ഒരുമിച്ച് സലാം കിട്ടും. വേറെ ചില ആൾക്കാർ എന്ത് ചെയ്യും? 3ാമത്തെ റക്അത്തിൽ ഇരുന്നിട്ട് അയാൾ നിസ്കാരത്തിൽ നിന്ന് സലാം കിട്ടിയിട്ട് അയാൾ പോരും. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള നിലപാട്? ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പോയിട്ട് മഗ്രിബ് നിസ്കരിച്ചിട്ട് ഇശ നിസ്കരിച്ചാൽ മതിയോ? അതല്ല ഇശ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ മഗ്രിബ് നിസ്കരിച്ചാൽ മതിയോ? അതല്ല നേരത്തെ പറഞ്ഞതുപോലെ 3ാമത്തെ റക്അത്തിൽ ഇമാമിന്റെ കൂടെ എണീക്കാതെ അവിടെ ഇരിക്കുക, ഒന്നെങ്കിൽ സലാം കിട്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ ആ ഇമാമിനെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഒരുമിച്ച് സലാം കിട്ടുക, ഇങ്ങനെ ചെയ്താൽ മതിയോ? അപ്പൊ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. സംശയമുള്ളത് നിങ്ങൾ ചോദിക്കണം, എനിക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിച്ചു തരാൻ പറ്റും. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കണം, വിഷയങ്ങൾ പഠിക്കണം. ഒക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം തന്നെ വാസിലായി പോകുന്ന, അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ അബദ്ധങ്ങൾ അല്ലാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ശരിയായ ഖുർആനും സുന്നത്തും ശരിയായ അഹ്ലുസുന്നത്തിന്റെ മാർഗവും അവലംബിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا
وتقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.